സക്സസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചൈനീസ് സിനിമയാണ്. ചൈനീസ് കോമഡി ഡ്രാമ സിനിമയാണ്. ഭയങ്കര ഹിറ്റാണ് ചൈനയിൽ. ഇവിടെയും അമേരിക്കയിൽ വന്നിട്ട് കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയിൽ വന്നാണ് ഇപ്പോഴും കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടു. അത് ഒന്നാമത് അതിനെപ്പറ്റിയിട്ട് വലിയ അഭിപ്രായമൊക്കെ ആൾക്കാരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്, കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് ഇംഗ്ലീഷ് സിനിമ മാത്രമല്ല, ഫോറിൻ സിനിമകളും ഭയങ്കര ഹിറ്റായിട്ട് പല സ്ഥലത്തും ഹിറ്റായിട്ടുള്ള സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദി ട്രൂമാൻ ഷോ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, ജിം ക്യാരിൻ്റെ പഴയ സിനിമയാണ്. അതിൽ ഒരു അതിൻ്റെ ഒരു കഥ, നിങ്ങളത് സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി വളരുകയാണ്. അപ്പം അവൻ്റെ ജീവിതം മുഴുവൻ ഒരു റിയാലിറ്റി ഷോ ആണ്. ഈ ജിം ക്യാരി വളർന്നു വരുന്ന, ജിം ക്യാരിക്ക് സുഹൃത്തുക്കളുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ക്യാമറ വെച്ചിട്ട് ഇവൻ്റെ ഓരോരോ വളർച്ചയും ഇവൻ്റെ ജീവിതവും ഒക്കെ റിയാലിറ്റി TV മാതിരി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അത് അവസാനം മനസ്സിലാവുന്നുള്ളൂ. ഭയങ്കര തമാശകളുണ്ട്, പക്ഷെ അവസാനമാകുമ്പോൾ അത് ഭയങ്കര സങ്കടം നിറഞ്ഞൊരു സിനിമയായിട്ട്, എന്താണ് നമ്മളുടെ മീഡിയയായിട്ടൊക്കെ വെച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമയാണ് ദി ട്രൂമാൻ ഷോ. അതിൻ്റെ ഒരു സാമ്യത ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും അതല്ല അതിൻ്റെ പ്ലോട്ട്. ഭയങ്കര പൈസക്കാരായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയുണ്ട്. പക്ഷെ അച്ഛൻ്റെ വിചാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച്, അതുകൊണ്ടാണ് അച്ഛൻ ടഫാവുകയും കുറേ പൈസയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്താൻ രണ്ടാമത്തെ മകനെ കൊണ്ട്, മൂത്ത മകൻ അവരുടെ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ജീവിച്ചത്. രണ്ടാമത്തെ മകനെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് മകൻ ചെറുതാവുമ്പോൾ തന്നെ, മകന് അങ്ങനെ ഓർമ്മയൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഇവർ പാവപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് അഭിനയിച്ച് ഇവർ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ട് മോന് വേണ്ടിയിട്ട് ഒരു പുവർ നെയ്ബർഹുഡും ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഭയങ്കര കോമിക്കലായിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. അതിൽ ഈ മകൻ വളരുന്ന സമയത്ത് എങ്ങനെ അച്ഛനമ്മമാരുടെ ഈ ഒരു പ്രക്രിയയെ ഈ വളർത്താൻ വേണ്ടി, നന്നാക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ശ്രമിച്ച സംഭവത്തിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. ഈ ഒരു നല്ല കോളേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കുട്ടികളെ, അപ്പോൾ ഇതിൽ പാരൻറ്റിങ് എന്നുള്ളൊരു ഫാക്ടറുണ്ട്, എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഫാക്ടറുണ്ട്, കുട്ടികളുടെ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് ആൻഡ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. എത്ര പ്രൊട്ടക്റ്റ് ചെയ്യാം, എത്ര നമുക്ക് നമ്മളുടെ കുട്ടികളെ നമുക്ക് വേണ്ട രീതിയിൽ കൊണ്ടുവരാം, നമ്മളുടെ നടക്കാനാവാത്ത സ്വപ്നങ്ങൾ നടത്തിക്കാൻ വേണ്ടിയിട്ടാണോ കുട്ടികളുടെ ജീവിതം എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ഈ തമാശയുടെ കൂടെ അതിലുണ്ട്. സക്സസർ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വേറെ കണ്ട ഏതെങ്കിലും സിനിമയായിട്ട് ഇനിയും വരാം. എന്നാൽ പിന്നെ എങ്ങനെയാണ്?